ഇതാണ് നമ്മുടെ സമ്മറി. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇനി ഓരോന്നോരം നമുക്ക് ഇത് ആൻസർ ചെയ്യാം. ഓക്കെ. Has there been an increase or decrease in net cash position during the year? Shyam sir, first question. ഇൻക്രീസ് ഇൻക്രീസ് ഇൻ ക്യാഷ് പൊസിഷൻ ആണ്. ഇൻക്രീസ് ഓഫ് എത്ര ആണ് ഇൻക്രീസ് അയക്കുന്നത്? 10,000. 10,000 ഇൻക്രീസ് വന്നിട്ടുണ്ട്. ഓക്കെ. ഇത് ക്യാഷ് സ്റ്റേറ്റ്മെന്റിൽ, നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഇതാണ് പർപ്പസ് ശരിക്കും. എന്തിനാണ് ഈ സ്റ്റേറ്റ്മെന്റ്? ഓക്കെ. ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റും ഉണ്ട്, പിന്നെ എന്തിനാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യം എന്ന് ചോദിച്ചാൽ ഈ ചോദ്യങ്ങൾ ഉത്തരം നമുക്ക് കിട്ടണമെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കൂടെ കിട്ടത്തുള്ളൂ. പി ആൻഡ് എല്ലും ബാലൻസ് ഷീറ്റിലും കിട്ടാത്ത ഉത്തരങ്ങളാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അപ്പം ഹാസ് ദർ ബിൻ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് പൊസിഷൻ. ബാലൻസ് ഷീറ്റ് നോക്കിയാൽ ക്യാഷ് ഒറ്റ പോയിന്റ് ഓഫ് ടൈം മാത്രമേ പറയത്തുള്ളൂ. ഒരു ദിവസത്തെ മാർച്ച് 31 എത്ര ക്യാഷ് എന്നേ പറയത്തുള്ളൂ. പക്ഷെ അത് ഇൻക്രീസ് ആണോ കഴിഞ്ഞ വർഷത്തെക്കാളും ഡിക്രീസ് ആണോ എന്ന് മനസ്സിലാകത്തില്ല. പ്രോഫിറ്റിൽ നോക്കിയാലും പ്രോഫിറ്റ് അത് ആക്ച്വൽ ഫുൾ ക്യാഷ് പ്രോഫിറ്റ് ആണ്. ഇപ്പൊ 50 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ 50 ലക്ഷം ക്യാഷ് ഇൻക്രീസ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ അതിന് ക്യാഷ് ഫ്ലോ തന്നെ നോക്കാം. നെക്സ്റ്റ് വിദ്യ മാഡം. വായിക്കാം. ഹൗ മച്ച് മണി വാസ് ജനറേറ്റഡ് ഫ്രം കമ്പനീസ് റെഗുലർ ഓപ്പറേഷൻസ് ഡ്യൂറിംഗ് ദ ഇയർ? Money was generated from the company. ഓപ്പറേഷൻസിൽ നിന്ന് മാത്രം എത്ര ക്യാഷ് 25,000. ആയിട്ടും? 25,000. 25,000. എക്സാക്ട്. 25,000. അതെ. അപ്പം ഓപ്പറേഷൻസിൽ നിന്ന് മാത്രം, ഇതും എനിക്ക് ഒരു ബാലൻസ് ഷീറ്റ് നോക്കിയാലും എനിക്ക് പറയാൻ പറ്റത്തില്ല, പി ആൻഡ് എല്ലും എനിക്ക് പറയാൻ പറ്റില്ല. സെയിൽസ് മൈനസ് എക്സ്പെൻസ് ചെയ്താലും അതിനകത്ത് കുറെ റിസീവബിൾസ് ഉണ്ടോ അല്ലെ പേയബിൾസ് ഉണ്ടോ, എല്ലാം ഞാൻ പേ ചെയ്തിട്ടുണ്ടോ, ഡിപ്രിസിയേഷൻ ഉണ്ടോ, അങ്ങനെ കുറെ അതിനകത്ത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ബിസിനസ്സിൽ ഓപ്പറേഷൻസിൽ നിന്ന് മാത്രം ക്യാഷ് ആയിട്ട്, ഇതെല്ലാം അക്കൗണ്ടിൽ വരുന്ന പൈസയാണ്, ഇതിലൊന്നും നമുക്ക് ഡിഡക്ട് ചെയ്യാൻ, പ്യുവർലി ക്യാഷ് ആയിട്ട് 25,000 കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാവും. ഇതാണ് നെക്സ്റ്റ് യൂസ്. ശ്യാം സർ, തേർഡ് വൺ. 20,000 ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഹൗ മച്ച് മണി കമ്പനി ഇൻവെസ്റ്റഡ് ഇൻ ബിസിനസ്. ബിസിനസ്സിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും? അപ്പൊ നമ്മൾ ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ നോക്കിയാൽ മതി. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ ശരിക്കും ഔട്ട്ഫ്ലോ നോക്കിയാൽ മതി. എത്ര ഇൻവെസ്റ്റ് ചെയ്തേക്കാന്ന് ചോദിച്ചാൽ നെറ്റ് നമുക്ക് -10,000 ആണ്. എത്ര കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണേ. പർച്ചേസ് ഓഫ് മെഷീനറി മാത്രമാണ് 20,000. കറക്റ്റ്. 20,000 ആണ് കമ്പനി ബിസിനസ്സിൽ ആ വർഷം നടത്തിയേക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, പേന വർക്ക് ആവുന്നില്ല. എനിവേ 20,000 ആണ് ബിസിനസ്സിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയേക്കുന്ന ആ വർഷം. ഇതും നമുക്ക് ഒരു ബാലൻസ് ഷീറ്റിൽ നോക്കിയാൽ ഫിക്സഡ് അസറ്റ്സ് എത്ര ഉണ്ടെന്ന് മനസ്സിലാകും. അറ്റ് എ പർട്ടിക്കുലർ ഡേറ്റ് 31 മാർച്ചിന് ഇത്ര ഉണ്ട്. പക്ഷെ ഒരു വർഷം ഫുൾ അവർ എത്ര രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയാൽ നമുക്ക് അത് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കിയാലും മനസ്സിലാവും. ഇനി ഫോർത്ത് വൺ, ഹൗ മച്ച് മണി വാസ് റിസീവ്ഡ് ഫ്രം സെയിൽ ഓഫ് അസറ്റ്സ് ഡ്യൂറിംഗ് ദ ഇയർ. അപ്പൊ അവരുടെ എന്തെങ്കിലും അസറ്റ്സ് വിറ്റിട്ടുണ്ടോ, അസറ്റ്സ് സെയിൽ നടന്നിട്ടുണ്ടോ എന്നെങ്ങനെ മനസ്സിലാവും? സെയിൽ ഓഫ് അസറ്റ്സ് വിദ്യ മാഡം. 10,000 ഇൻവെസ്റ്റ്മെന്റില് സെയിൽ ഓഫ് അസറ്റ്സ് നമുക്ക് ഇൻഫ്ലോ വന്നേക്കണം 10,000. സെയിൽ ഓഫ് അസറ്റ്സ്, അതെ, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് 10,000. കറക്റ്റ്. അപ്പൊ ഇൻവെസ്റ്റിംഗിൽ തന്നെ നമ്മൾ നോക്കും, കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അസറ്റ്സ് വിറ്റിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, വിറ്റിട്ടുണ്ട്. 10,000 രൂപ അങ്ങനെ കിട്ടിയതാണ്. 10,000 രൂപ ഫിക്സഡ് അസറ്റ്സ്, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് കൊണ്ട് കിട്ടിയതാണ്. ഓക്കെ, ശ്യാം സർ, നെക്സ്റ്റ് വൺ. അത് 25,000 ആണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ എവിടെ നോക്കണ്ട, ഏത് സെക്ഷനിൽ നോക്കണം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ? ഫിനാൻസിങ് നോക്കണം. ഫിനാൻസിംഗിൽ നോക്കേണ്ട റീപേയ്മെന്റ് വല്ലതും നടന്നിട്ടുണ്ട്, ഔട്ട്ഫ്ലോ ആണ്. അപ്പം ഔട്ട്ഫ്ലോ 30,000. റീപേയ്മെന്റ് 30,000. 30,000. അപ്പൊ 30,000 ആണ്. അപ്പൊ ഹൗ മച്ച് മണി ഡിഡ് കമ്പനി റിട്ടേൺ ടു ഇറ്റ്സ് ബാങ്ക് ഡ്യൂറിംഗ് ദ ഇയർ. അപ്പൊ 30,000 ആണ് ഫിനാൻസിങ് ഔട്ട്ഫ്ലോ നടന്നേക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഇതിൽ കൃത്യമായിട്ട് പറയാൻ പറ്റും.
ഈ ചോദ്യം നമുക്ക് ബാലൻസ് ഷീറ്റിൽ പറയാൻ പറ്റത്തില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലും പറയാൻ പറ്റത്തില്ല. ഇനി നെക്സ്റ്റ്, ഹൗ മച്ച്, ഇപ്പൊ നമുക്ക് പലപ്പോഴും നമ്മുടെ ലോൺ പ്രപ്പോസൽസ് ഒക്കെ വരുമ്പോഴും ഒരു ഡൗട്ട് തോന്നാറുണ്ട്, ഈ ലോൺ എടുക്കണോ വേണ്ടായോ. ശ്യാം സാർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ എപ്പോഴും ഡിസ്കസ് സിബിലില് കാണുന്നത് ഈ ലോൺ എടുക്കണോ അതെ വേണ്ടായോ, അതെ ഇത് ബിസിനസ് ലോൺ, ഇത് എടുക്കണോ വേണ്ടായോ. അതെ എങ്ങനെ ഫൈൻഡ് ഔട്ട് അതെ ചെയ്യുന്നത്? അതെ സിംപ്ലി അവരോട് ഷുവർ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തരാൻ പറയുക, അതിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായിട്ട് ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ പോകുക, ലോൺ റീപേയ്മെന്റ് ഉണ്ടോ, കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ലോൺ നോക്കുക. റീപേയ്മെന്റ് ഉണ്ടോന്നുള്ളത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ മതി എന്നല്ലേ? അത് നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻസിംഗിൽ ഔട്ട്ഫ്ലോ ഉണ്ട്, ലോൺ റീപേയ്മെന്റ് ഔട്ട്ഫ്ലോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്, നമ്മൾ എടുക്കണം. ഓക്കെ, എസ്പെഷ്യലി ഓക്കെ. പ്രൊപ്പറേറ്റേഴ്സും ഒക്കെ ആണെങ്കിലാണ് ഇത് നമ്മൾ ഡെഫിനറ്റ്ലി ഇത് ചെയ്യേണ്ടത്. ബിസിനസ്സിന് പിന്നെ നമുക്ക് പറയാം ഓണർക്ക് സെപ്പറേറ്റ് പൈസ കാണും. എന്നാലും കൂടുതൽ പ്രൊപ്പറേറ്റേഴ്സ് നമ്മുടെ അടുത്ത് ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ക്യാഷ് ഫ്ലോ ക്യാഷ് നോക്കിയാൽ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഉറപ്പാക്കാൻ പറ്റും. അതിൽ പിന്നെ ഡൗട്ട് ഒന്നുമില്ല, എടുക്കണോ വേണ്ടത്. പിന്നെ നമുക്കത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതാണല്ലോ. ചെയ്യുന്നതാണ്. പക്ഷെ പിന്നെ പലരും കൃത്യമായിട്ട് പ്രിപ്പയറും ചെയ്യാറില്ല. അപ്പൊ ഇതാണ് നമുക്ക് ബാലൻസ് ഷീറ്റിലും P&L-ലും അതുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്റ്റക്ക് ആയി നിൽക്കുന്നത്, എടുക്കണോ വേണ്ടയോ. ബാലൻസ് ഷീറ്റ് ഉത്തരം തരുന്നുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കാം, ബാലൻസ് ഷീറ്റ് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് അഗെയിൻ ഇത് ക്യാഷ് ഫ്ലോയിൽ നമുക്ക്, അതുകൊണ്ടാണ് ക്യാഷ് ഫ്ലോ മാൻഡേറ്ററി ആണ്. കമ്പനീസ് ആക്ട് പ്രകാരം പ്രോപ്പർലി ഓഡിറ്റ് ചെയ്ത് ക്യാഷ് ഫ്ലോയും കൂടെ ഒരു എസെൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വിദ്യ മാഡം, ഹൗ മച്ച് ഡിഡ് ഇറ്റ് ബോറോ ഡ്യൂറിംഗ് ദ ഇയർ? ഹൗ മച്ച് ഡിഡ് ഇറ്റ് ബോറോ ഡ്യൂറിംഗ് ദ ഇയർ? അഗെയിൻ നമ്മൾ ഫിനാൻസിങ് ആക്ടിവിറ്റി നോക്കും. ഇപ്പൊ 30,000. ഇത് അഗെയിൻ ബോറോയിങ് എന്ന് പറയുമ്പോൾ ബാങ്കുകളിൽ നിന്ന് ബോറോ ചോദിച്ചിട്ടുണ്ടാകുന്ന ഫ്രം ബാങ്ക് 0 ആണ്, പക്ഷെ ഫ്രം ബാങ്ക് നില്ലാണ്, പക്ഷെ ഇക്വിറ്റി റേസ് ചെയ്തിട്ടുണ്ട്. ഇക്വിറ്റി ഫിനാൻസിങ് കൂടെ 30,000 രൂപ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് മനസ്സിലാവും ബോറോയിങ് എവിടുന്നെല്ലാമാണ്, എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ബോറോയിങ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ക്യാപിറ്റൽ സ്വന്തമായിട്ട് ഓണർ ഇറക്കി, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് വാങ്ങി, അല്ലെങ്കിൽ ഇക്വിറ്റി റേസ് ചെയ്തു. ഈ 3 സോഴ്സ് ആണ് നോർമൽ. ഇപ്പൊ ബാങ്കിൽ നിന്നൊന്നുമില്ല, പക്ഷെ ഇക്വിറ്റി ഫിനാൻസിങ് 30,000 നടന്നിട്ടുണ്ട്. ഓക്കെ, ശ്യാം സർ നെക്സ്റ്റ്. 5,000. ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്തേക്കുന്നതാണ് ഡിവിഡൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഏത് സെക്ഷനിലാണ് സാറേ കാണുന്നത്? ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് പേ അത് ഫിനാൻസിംഗിൽ തന്നെ കാണും. ഇപ്പൊ ഫിനാൻസിംഗിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിവിഡൻസ് പേഡ് 5,000 നെഗറ്റീവ് ഔട്ട്ഫ്ലോ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇതിന്റെ ആൻസർ ആണ് 5,000 ഔട്ട്ഫ്ലോ നെഗറ്റീവ് ആണ്. ഓക്കെ, വിദ്യ മാഡം. ഫ്രഷ് മണി എന്നാണ്, ഫ്രഷ് മണി ഫ്രോം ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ്. കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് പൈസ വാങ്ങിയിട്ടുണ്ടോ ആ വർഷം? അതാണ് ഇക്വിറ്റി ഫിനാൻസിങ്, യെസ് സെയിം. ഇക്വിറ്റി ഫിനാൻസിങ് കൂടെ യെസ് വാങ്ങിയിട്ടുണ്ട്. 30,000 ഇത് ഇൻഫ്ലോ ആണ്. യെസ്, 30,000 ഇക്വിറ്റി ഫിനാൻസിങ് കൂടെ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രീ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ ബിസിനസ്? അപ്പൊ ഫ്രീ ക്യാഷ് ഫ്ലോയുടെ ഫോർമുലയാണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ, പറയാം OCF മൈനസ് ക്യാപെക്സ്. അപ്പൊ OCF ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എത്ര ഉണ്ടായിരുന്നു? ടോട്ടൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് 25,000, OCF 25,000 ആയിരുന്നു. അപ്പൊ ഈക്വൽ ടു 25,000 ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ മൈനസ് ഇനി ക്യാപെക്സ് നമ്മൾ നോക്കേണ്ടത് ഇൻവെസ്റ്റിംഗിലാണ്. ഇൻവെസ്റ്റിംഗിലെ ഔട്ട്ഫ്ലോ മാത്രം നോക്കിയാൽ മതി, ഇൻഫ്ലോ നോക്കണ്ട. അപ്പം ഇൻവെസ്റ്റിംഗിലെ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 20,000 ഫോർ പർച്ചേസ് ഓഫ് മെഷീനറി. അപ്പൊ ക്യാപെക്സ് എന്ന് പറയുന്നത് 20,000. വേറെ ഫാക്ടറി എക്സ്പെൻസ്, ലാൻഡ് ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യും. ഇതിൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പം 20,000 ഞാൻ റെഡ്യൂസ് ചെയ്യും. 20,000 ക്യാപെക്സ് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ എന്റെ കിട്ടുന്ന 5,000 ആണ് കമ്പനിയുടെ ഫ്രീ ആയിട്ടുള്ള ക്യാഷ്. അത് ഇനി കമ്പനിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പൊ ബിസിനസ് റൺ ചെയ്യാനുള്ള പൈസ മെയിൻ ആയിട്ടും 25,000 രൂപ ഓപ്പറേഷനിൽ കിട്ടി. പിന്നെ മെഷീനറിയും കൂടെ വാങ്ങിച്ചപ്പോൾ ബിസിനസിന്റെ മെയിൻ ആക്ടിവിറ്റി തീർന്നു. ഇനിയുള്ള പൈസ 5,000 എന്ന് പറഞ്ഞാൽ അത് അവന് ഒന്നെങ്കിൽ ലോൺ അടച്ച് ക്ലോസ് ചെയ്യാം, ഡിവിഡൻസ് കൊടുക്കാം,
എന്ത് വേണമെങ്കിൽ അതിന് ആ ഒരു കോൺസെപ്റ്റ് ആണ് ഫ്രീ ക്യാഷ് ഫ്ലോ. ഇത് ഫിനാൻസ് വേൾഡിൽ ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. ഓരോ കമ്പനികൾ നമ്മൾ അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഷെയർസ് വാങ്ങണോ, ഒരു കമ്പനിയുടെ ഷെയർസ് ഞാൻ പർച്ചേസ് ചെയ്യണോ വേണ്ടായോ, നമ്മൾ പലരും ചോദിക്കുന്നതാണ്. നല്ല ഷെയർ ആണോ, എങ്ങനെയാണ് ഈ നല്ല ഷെയർ ആണോ നല്ല കമ്പനിയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്? വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ഈസ് ആ കമ്പനിയുടെ കയ്യിൽ ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ടോ എന്ന് നമ്മൾ കണക്ക് കൂട്ടുക. ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ കമ്പനി വളരെ നന്നായിട്ടാണ് പോകുന്നത്, ഒരു ഗുഡ് സിറ്റുവേഷനിലാണ്. ഫ്യൂച്ചറിൽ ആ കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കാരണം ആ ക്യാഷ് അത് ഉപയോഗിക്കും. നമുക്ക് ആസ് എ ഷെയർ ഹോൾഡറും ഡിവിഡൻഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം അവരുടെ ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ട്. അപ്പൊ അവർക്ക് ഡിവിഡൻഡ് തരാൻ ഒരു സ്കോപ്പ് ഉണ്ട്. അപ്പൊ ഫ്രീ ക്യാഷ് ഫ്ലോ ഇല്ലാത്ത കമ്പനിക്ക് നമുക്ക് ഡിവിഡൻസ് എക്സ്പെക്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ വളരെയധികം ഇൻസൈറ്റ്ഫുൾസ് ആയി. ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഏത് കമ്പനിയുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ 9 ക്വസ്റ്റ്യൻസ് നമുക്ക് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും ത്രൂ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇപ്പം ബാലൻസ് ഷീറ്റും P&L ഹൈഡ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, കാരണം അതിൽ അക്രൂവൽ അക്കൗണ്ടിങ് ആണ്, പേയബിൾസ്, റിസീവബിൾസ്, അങ്ങനെയൊക്കെ ഡിപ്രിസിയേഷൻ, ഇങ്ങനത്തെ ഒക്കെ കുറെ കോൺസെപ്റ്റ്സ് ഉള്ളതുകൊണ്ട് അതെല്ലാം മാറ്റി കൃത്യം ഒരു ക്യാഷ് പെർസ്പെക്റ്റീവിന് മാത്രം ഐഡിയ തരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതിന്റെ ഒരു സമ്മറിയാണ് നമ്മൾ ഇപ്പൊ ചെയ്തേക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. നമുക്ക് ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ കിട്ടുമ്പോൾ നിങ്ങൾ നോക്കുക, അതിന്റെ ഫോർമാറ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും: ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫിനാൻസിങ്, എന്നിട്ട് നെറ്റ് പൊസിഷൻ, സ്റ്റാർട്ടിംഗ് ലെറ്റർ ഉണ്ട്, എൻഡിങ് ലെറ്റർ. ഓക്കെ, നമുക്ക്